ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ടേസ്റ്റി ബൈ ഷസർ കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു മന്തിയുടെ വീഡിയോയുമായിട്ടാണ്. അപ്പം ഞാൻ മുമ്പ് ഒരു ബ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ മന്തിയുടെ വീഡിയോയുടെ റെസിപ്പി ഇടണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്ത പ്രകാരമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കണം. നല്ല അടിപൊളി ഒരു മന്തിയുടെ റെസിപ്പിയാണ്. ഇപ്പോൾ കടയിൽ നിന്നൊന്നും വാങ്ങാതെ വീട്ടിൽ തന്നെ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് മന്തി തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ തയ്യാറാക്കുന്നത് 2 കിലോ ഇറച്ചിക്കുള്ള മന്തിയാണ്. അപ്പോൾ അതിനായിട്ടുള്ള ഇറച്ചി ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഒരു ഫോർക്കോ പപ്പടം കുത്തിയോ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ച് ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്തതിന് ശേഷമാണ് നമ്മൾ മസാലയെല്ലാം ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. എങ്കിൽ മാത്രമേ മസാലയെല്ലാം അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി നല്ല അടിപൊളിയായിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള മസാല ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്തതാണ്. അപ്പോൾ അതിനെടുത്തിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കാം. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ തയ്യാറാക്കി എടുത്താൽ മതി. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ 2 കിലോ ഇറച്ചിക്കുള്ളതനുസരിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൂടുതലാണ് നിങ്ങൾ എടുക്കണമെങ്കിൽ ഈ സാധനങ്ങളെല്ലാം അതുപോലെ കൂട്ടിയെടുത്താൽ മതിയാവും. അപ്പോൾ ഈ പൊടിച്ചു വെച്ച മസാല കംപ്ലീറ്റ് നിങ്ങൾ ഇതിൽ ചേർത്ത് കൊടുക്കരുത്. 1 ടേബിൾ സ്പൂണോളം മാറ്റി വെച്ചിട്ട് ബാക്കിയാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. കാര്യം അത് നമുക്ക് പിന്നീട് ആവശ്യമുണ്ട്, അത് ഞാൻ വഴിയെ പറയാം. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചതും കൂടെ ചേർത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് കൈകൊണ്ട് തന്നെ തേച്ച് പിടിപ്പിച്ച് നമുക്ക് മാറ്റി മൂടി വയ്ക്കാം. അപ്പോൾ ഓയിലെല്ലാം വളരെ കുറച്ചാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് കുറച്ച് നേരം നിങ്ങൾക്ക് വെക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ്. ഇപ്പോൾ 2 കിലോ ഇറച്ചിക്ക് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കിലോ ബസുമതി അരിയാണ്. അപ്പോൾ അത് കഴുകിയെടുക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ കുറച്ച് വെള്ളം ചൂടാക്കി വെക്കണം. കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും ചെറു ചൂടുള്ള വെള്ളം ഈ അരിയിലോട്ട് ഒഴിച്ച് വെക്കണം. കാര്യം ഇതിൽ കുറച്ച് പശയുണ്ട്, പശപ്പിടുത്തമുള്ള അരിയാണ്. അപ്പോൾ അതൊന്ന് മാറിക്കിട്ടാനാണ് നമ്മൾ ഈ വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് വെക്കുന്നത്. അപ്പോൾ ഒത്തിരി ചൂടുള്ള വെള്ളം വെക്കല്, ഇതുപോലെ തൊട്ടാൽ കൈ ചൂട് തട്ടും എന്നുള്ള രീതിയിലുള്ള വെള്ളം വേണം നിങ്ങൾ ഒഴിച്ച് വെക്കേണ്ടത്. അപ്പോൾ ഇനി ഇതൊന്ന് മൂടി നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു അരമണിക്കൂറോ വല്ലതും മാറ്റി വെച്ചാൽ മതി. അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ അത് മാറ്റി വെച്ചതിന് ശേഷം ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് 2 സവാള ഞാൻ അരിഞ്ഞു വെച്ചതിൻ്റെ പകുതിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ചെറുതായിട്ട് വഴന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ച 1 ക്യാപ്സിക്കനും കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് 2 വലിയ തക്കാളി ഞാൻ അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് ഇതും കൂടെ ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ അതിലോട്ടൊന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ആക്കിയിട്ട് അടച്ച് വെച്ച് 2 വിസിലിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും തൊട്ടടുത്തൊരു ബെല്ലൈക്കനുണ്ട്, അത് പ്രസ് ചെയ്യാനും മറക്കരുത്. എങ്കിലേ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചതിന് ശേഷം ഞാൻ ചോറ് വയ്ക്കാനുള്ള കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം നെയ്യും എണ്ണയും എല്ലാം കുറച്ചാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് ഞാൻ 3 ബേ ലീഫും ഒരു 4-5 ഏലക്കയും 1 കഷ്ണം പട്ടയും ഒരു 5-6 കുരുമുളകും കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് വഴറ്റിയതിന് ശേഷം നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ബാക്കി സവാള കൂടെ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം വലിയൊരു തക്കാളിയും കൂടെ അടിച്ച് ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് അതിൻ്റെ ഒരു പച്ച ചുവ മാറിയതിന് ശേഷം നമുക്കിതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം നമുക്ക് എത്രത്തോളം ഒഴിക്കാൻ പറ്റുമോ അത്രത്തോളം ഒഴിച്ച് കൊടുക്കുന്നതുകൊണ്ട് ഒരു ദൂഷ്യവുമില്ല. അത്രയ്ക്കും നല്ല രീതിയിൽ ചോറ് നമുക്ക് റെഡിയായി കിട്ടും. അപ്പോൾ ഇതിനാവശ്യമായിട്ട് ഞാൻ 1 സ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പെല്ലാം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം തിളയ്ക്കാനായിട്ട് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് റെഡിയാവുന്ന സമയം കൊണ്ട് നമ്മുടെ ഇറച്ചിയെല്ലാം റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി അങ്ങ് വേവിക്കാതെ ഈ ഒരു പരുവത്തിലാണ് വേവിച്ചെടുക്കേണ്ടത്. എങ്കിലേ നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈയും കൂടെ ചെയ്തെടുക്കുമ്പോൾ അടിപൊളിയായിട്ട് നമുക്കിത് കിട്ടുകയുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് മാറ്റി തണുക്കാൻ വെച്ചതിന് ശേഷം ഇപ്പോൾ ഇറച്ചി വേവിച്ചിട്ടുള്ള സ്റ്റോക്ക് ഞാൻ വറ്റിച്ച് കോരി മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് അതേ കുക്കറിൽ തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കുന്ന സമയത്ത് നമുക്ക് ഒരിത്തിരി കളർ ഞാൻ ഫോട്ടോയ്ക്ക് വേണ്ടി കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ വീട്ടിൽ കഴിക്കാനായിട്ട് നമ്മൾ തയ്യാറാക്കുമ്പോൾ അത് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതവിടെ ഫ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്ക് അരി എന്തായെന്ന് നോക്കാം.
അപ്പോൾ അരി വെന്തിട്ടുണ്ടോ എന്ന് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. കാര്യം ഒത്തിരി അങ്ങ് വെന്തു പോയാൽ നമുക്ക് മന്തി നല്ല രീതിയിൽ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കോരി മാറ്റാം. അതിനായിട്ട് ഞാനിവിടെ ഒരു അരിപ്പ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഈ ചോറ് കോരി മാറ്റി വയ്ക്കാം. അപ്പോൾ മന്തി തയ്യാറാക്കാൻ ഒത്തിരി പാടൊന്നുമില്ല, നല്ല എളുപ്പമുള്ളൊരു ജോലിയാണ്. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ മന്തി തയ്യാറാക്കാൻ പറ്റുമ്പോൾ നിങ്ങൾ കടയിൽ നിന്നൊന്നും വാങ്ങിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ നോക്കാതെ ഇതുപോലെ തന്നെ വീട്ടിലൊന്ന് ചെയ്തെടുക്കാമെങ്കിൽ നല്ല അടിപൊളി മന്തി നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ചോറെല്ലാം ഊറ്റി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതേ കടായിൽ തന്നെ ഊറ്റിയെടുത്ത ചോറ് തോർന്നതിന് ശേഷം കുറച്ച് ഞാൻ അതിലോട്ട് തട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലെയറായിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നേരത്തെ വറ്റിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ സ്റ്റോക്ക് കൂടെ നമുക്കിതിൽ കുറച്ചൊഴിച്ച് കൊടുക്കാം. ഇത്തിരി ഫുഡ് കളറും കൂടെ ഞാനിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നതിന് ശേഷം നമുക്ക് വീണ്ടും അടുത്ത ലെയർ ചോറ് കൂടെ കുറച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം ആദ്യം ചെയ്തതുപോലെ തന്നെ മസാലയും ചേർത്ത് കൊടുക്കാം. ഫുഡ് കളറ് മഞ്ഞയും ചുവപ്പുമാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് എത്രയാണ് ചേർക്കുന്നതെന്നുള്ളത് നിങ്ങളുടെ കണക്കനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു ലെയർ ചോറ് കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇടുന്നതും അതുപോലെ തന്നെ ആദ്യം ചെയ്തതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മന്തി മസാല കൂടെ അതിലോട്ട് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഇത് സെറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ചാർക്കോളോ ചിരട്ടക്കനലോ നമ്മളൊന്ന് റെഡിയാക്കി വെക്കണം, ഒന്ന് കനലാക്കി വെക്കണം. എന്നതിന് ശേഷം ഇതുപോലെ ഒരു ചെറിയൊരു സ്റ്റീൽ ബൗള് ആ ചോറിലോട്ട് കുഴിച്ച് വെച്ച് കൊടുത്തിട്ട് ചാർക്കോളോ ചിരട്ടക്കനലോ ഇട്ട് കൊടുക്കേണ്ടത്. അതിനു മുമ്പേ ഇറച്ചി നമുക്ക് അതിൽ സെറ്റ് ചെയ്ത് വെക്കണം. അതിന് ശേഷം അതിലുള്ള മസാലയിലുള്ള ബാക്കിയുള്ളതും കൂടെ അതിലോട്ട് ഒഴിച്ചതിന് ശേഷം സൺഫ്ലവർ ഓയിൽ കൂടെ ആ കനലിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് എയർ പുറത്ത് പോകാതെ അടച്ച് വെക്കണം. അപ്പോൾ അടച്ച് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അടപ്പ് നല്ല ഞെരുങ്ങിയില്ലെങ്കിൽ അതിൻ്റെ മീതെയായിട്ട് ഒരു വെയിറ്റുള്ള എന്തെങ്കിലും വെച്ച് കൊടുക്കണം. ഞാനിവിടെ ഒരു ഇടികല്ലാണ് വെച്ച് കൊടുക്കുന്നത്. ഇത് വെച്ച് അടച്ചതിന് ശേഷം സിമ്മിലിട്ട് ഒരു 2-3 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ അടിപൊളി മന്തി റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഈ മന്തിയുടെ റെസിപ്പി ഇടണമെന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പ്രകാരമാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിനു മുന്നേ ഈ മന്തി ഞാൻ റെഡിയാക്കിയിട്ടുള്ളത് മോളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്കാണ്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് കൂടെ ഞാൻ ഇതിൻ്റെ താഴെ പിൻ ചെയ്ത് കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെയും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.